വീഡിയോ ഞാനൊരു വൈഫൈ റൂട്ടർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പണിങ്ങും അത് കണക്ട് ചെയ്യുന്ന ഇതൊക്കെയാണ്. റൂട്ടർ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മേടിക്കുന്നത്. നമ്മൾ പോർട്ടബിൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരെണ്ണം ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നലെയാണ് എത്തിയത്. ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ഓപ്പൺ ചെയ്യുകയാണ്, അത് എനിക്ക് കണക്ട് ചെയ്ത് നോക്കാൻ എങ്ങനെയാണ്. പിന്നെ എൻ്റെ യൂസർ മാനുവൽ ഉണ്ട്. ഇപ്പോൾ ഇത് നോക്കി വായിച്ചിട്ട് വേണം കണക്ട് ചെയ്യാൻ. നമുക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല, ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് വയർസ് ഉണ്ട് കേട്ടോ. ചാർജർ കണക്ഷൻ ആയി 2 കണക്ഷൻ ഉണ്ട്, 2 വയറുണ്ട്. അത് പീസാണ് കേട്ടോ. അത് 1 2 3 4 5 ഇതിവിടെ ഇത് കണക്ട് ചെയ്യുന്നതാണ്. ഇത് ചാർജർ കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, റെഡിയായി. ചാർജർ റെഡിയായി. നമുക്ക് മോഡം എടുക്കാം. ഇത് ടോക്ക് പറഞ്ഞ വൈഫൈ കേട്ടോ. ടോക്ക് ഇവിടെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ആൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മതി. ഞാൻ വേറെ 2-3 അന്വേഷിച്ച് നോക്കുമ്പോൾ അവർക്ക് നമ്മുടെ കണക്ഷൻ ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇതെടുത്തത്. എങ്ങനെയുണ്ടെന്നും അറിയില്ല. ഇതാണ് നമ്മുടെ പുതിയ റൂട്ടർ ടോക്ക്. ഇത് അയക്കണം. ഈ സാധനം മനസ്സിലായി ഇവിടെ കുത്തുന്നതായിരിക്കും. പക്ഷെ എന്തിനാണ് ഇതിൻ്റെ പർപ്പസ്? ചിലപ്പോൾ ഇതിന് കൂടെ ഒരു ഫോൺ കണക്ഷൻ ഉണ്ടെന്നൊരു പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞത് ഫോൺ കണക്ഷൻ വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ട് ആയിരിക്കും ഫോണില്ല. പക്ഷെ അതിന് കണക്ട് ചെയ്യുന്ന സാധനം വേറെ ആയിരിക്കും. ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ വയർ ഇതിലോട്ട് കണക്ട് ചെയ്യണം. മറ്റേത് മുമ്പ് അറിയാം എന്ത് സംഭവിക്കുന്നു. ഇതൊക്കെയാണ് തോന്നുന്നു. ഇത് ബ്രോഡ്ബാൻഡ്. ഓക്കെ, ബ്രോഡ്ബാൻഡ്. അപ്പോൾ ഇത് ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, അതാണ് കേട്ടോ അതിൻ്റെ വൈഫൈയുടെ പാസ്വേഡ്. ഇതൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇങ്ങനെ വെച്ചാൽ മതി. തൽക്കാലം അത് നിലത്ത് വയ്ക്കാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അതിൻ്റെ ഉണ്ടോ ഇല്ലല്ലേ, ഇവിടെ വയ്ക്കാം. ഇങ്ങനെ വയ്ക്കുക. ഇവിടെ അതിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്. അതിലോട്ട് വെച്ച് നോക്കാൻ കഴിയാവുന്ന. ഓക്കെ, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചാർജർ കണക്ട് ചെയ്യാം. ചാർജർ സ്ക്വയർ രീതിയിലുള്ള പിന്നാണ് കേട്ടോ. അത് രാജ്യത്ത് പലതാന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇസ്രായേൽ ചെന്നപ്പോൾ അവിടെ വേറെ രീതിയിലുള്ളതായിരുന്നു. അതും നമ്മൾ ഇവിടെ ചെന്നിട്ട് അവരുടെ കണക്ഷൻ മേടിക്കണം. ഇതിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ഞാൻ മൊബൈൽ ഉണ്ടെന്നിട്ട് ഇവിടെ വന്ന് മേടിക്കേണ്ടി വന്നു ചാർജ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ഇതാണോ ഇവിടെ കണക്ട് ചെയ്തു. നമ്മൾ നിലത്ത് വെക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഇതാ ഇവിടെ കണ്ടോ, ഇവിടെ പവറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെന്താണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് അന്വേഷിച്ചോളാം എന്നാ സംഭവം. ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന അയക്കണം. ഇനി നമ്മളിവിടെ ഓൺ ആക്കിയിട്ട് പവർ ചാർജ് കുത്തിയിടണം. എനിക്കൊന്ന് ഒരു മിഡ്നൈറ്റ് വരെ കുത്തിയിടാനാണ് പറഞ്ഞത്. അപ്പോൾ അത് അപ്പോഴത്തേക്കും ചാർജ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. ഓക്കെ, ബൈ, സി യു. അങ്ങനെ ചാർജ് ആവുന്നുണ്ട്. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാർജ് കയറുന്നുണ്ട്. ലൈറ്റ് എടുത്ത് തെളിയുന്നുണ്ട്. അതിന് വെള്ള കളറാവും കുറച്ച് കഴിയുമ്പോൾ, ഫുള്ളായി കഴിയുമ്പോൾ. പിന്നെ ഫുൾ ഡേ അത് കുത്തി വയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അവർ കോൺടാക്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ദിവസത്തെ ഞങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ വൈഫൈ വർക്കാകാൻ തുടങ്ങി കേട്ടോ. ഇവിടെ വെള്ള ലൈറ്റ് വന്നു. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡും ഉണ്ട്. എല്ലാം കൊണ്ട് നല്ല അടിപൊളി വൈഫൈ ആണ്.